എന്താ പാലു പ്രശ്നം? പാലു ഫാൻ എവിടെ? ഫാൻ എവിടെ? ഫാൻ ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് 29/1/2024 മൺഡേ ആണ്. നിങ്ങൾ എത്രത്തോളം കാത്തിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരുപാട് നാളുകളും മാസങ്ങളുമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു മൊമെന്റ് വന്ന് എത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, സെമസ്റ്റർ ബ്രേക്ക്. ആകപ്പാടെ ഒരു വിഷമം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലേക്ക് പോകുന്നത് ആകപ്പാടെ 2 ദിവസത്തേക്കാണ്. അതായത് വെള്ളിയാഴ്ച രാത്രി കയറുന്നു, ശനിയാഴ്ച രാവിലെ എത്തുന്നു, സാറ്റർഡേ കംപ്ലീറ്റ് അവിടെ നിൽക്കുന്നു, സൺഡേ വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇത്തവണ എന്താ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് പറ്റിയതെന്ന് എനിക്ക് അറിയത്തില്ല. ഗൈസ്, 1 month സെമസ്റ്റർ ബ്രേക്ക്. ക്യാൻ യു ബിലീവ് ഇറ്റ്? സത്യം, 1 മാസം ഞങ്ങൾക്ക് സെമസ്റ്റർ ബ്രേക്ക് തന്നിരിക്കുകയാണ്. 1 മാസം. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ 1 മാസം ഒരു വെക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ നമുക്കിങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം വന്ന് എത്തിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. ബാക്കിയുള്ളവർ, എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പക്ഷെ എനിക്കങ്ങനെ പറ്റുന്നില്ല. കാരണം പാലു എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ദിവസം പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരായിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം പോവാം, 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം എന്നെല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഇറങ്ങുവാണ്. ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ബസ് ബുക്ക് ചെയ്തു. ഇന്ന് വൈകുന്നേരം 6:30 എനിക്ക് കലാസിപ്പാളയത്തിൽ നിന്ന് ബസ്. ഇപ്പോൾ സമയം 4:28. അപ്പോൾ എന്താ ഞാൻ പറയേണ്ട ഈ വ്ളോഗിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാണ്, നമുക്കിനി മാക്സിമം കൂടിപ്പോയി 2 ദിവസം കൊണ്ട് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ നോക്കാം. ഇനി 1 month ഫെബ്രുവരി നമുക്ക് അടിച്ചു പൊളിക്കേണ്ട. പാലുവിൻ്റെ ബർത്ത്ഡേ മന്താണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് അടിച്ചു പൊളിക്കണം. ഒരുപാട് വ്ളോഗ്സ് വരുന്നുണ്ട്. അനൗൺസ്മെൻറ്റ്, ഞാൻ പറഞ്ഞൊരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഒരു വല്ലാത്ത ജാതി മന്താണ്. അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ചെന്നിട്ട് വേണം ഓരോ കാര്യങ്ങളും തുടങ്ങാനായിട്ട്. അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡാൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നെ കേക്കും കാര്യങ്ങളും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ അത് പ്രിപ്പറേഷൻ വ്ളോഗിൽ ഞാൻ എല്ലാം കാണിക്കാം. ആരൊക്കെ ഏതൊക്കെ ഇൻസ്റ്റാ പേജുകാരാണ് നമുക്ക് ഓരോന്ന് നമുക്ക് ചെയ്യുന്നത് കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എപ്പോഴും പോണ പോലെ അല്ല, ഇത്തവണത്തെ പോക്ക് ഐ ആം റിയലി എക്സൈറ്റഡ്. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഞാൻ ബാഗും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നലെ പാക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ബാഗുണ്ട്. ഈ ബാഗ് ആക്ച്വലി എൻ്റെ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇത് എൻ്റെ അമ്മയുടെ ചേച്ചി, അതായത് എൻ്റെ മേമയ്ക്ക്, ഞാൻ അറിയാലോ സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇളയവൾ ഗായത്രി അമ്മൂൻ്റെ അമ്മ, ഇളയവൾ ഗായത്രി അമ്മൂൻ്റെ അമ്മയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കോസ്റ്റ്യൂംസ് കുർത്താസൊക്കെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം ഇവിടെ വെറുതെ ഇരിക്കുക. എനിക്ക് കുറച്ച് വണ്ണം വെച്ചപ്പോൾ കുറേയൊന്നും അത് കയറത്തില്ല. പിന്നെ അത് ഭയങ്കര ചെറുതായി. പിന്നെ കുറേയൊക്കെ ഞാൻ ഇട്ടിട്ട് മതിയായി. അപ്പോൾ മേമയ്ക്ക് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. പക്ഷെ മേമ പറഞ്ഞു, എന്തിനാ മക്കളത് കളയുന്നത്, അതൊന്നും എനിക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ അമ്മ തൃപ്പൂണിത്തറയിൽ നമ്മൾ താമസം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒരു അനാഥാലയത്തിൽ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അമ്മ കുറേ ഡ്രസ്സൊക്കെ കൊടുത്തു. വീട്ടിലുണ്ടായിരുന്നത് കംപ്ലീറ്റ് കൊടുത്തു. ഇവിടെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഡാൻസ് ക്ലാസ് എടുക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ഒക്കെ ഹെൽപ്ഫുള്ളാവും. അവർക്കൊന്നും ഇല്ലാഞ്ഞിട്ട് ആ ഹെൽപ്പ് ചെയ്യണമെന്നും അല്ല കേട്ടോ, എൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ മേമയ്ക്ക് കുറച്ച് കുർത്ത വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മേമയ്ക്ക് കുറേ കുർത്ത എടുത്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് ശ്രുതിയുടെ ബാഗാണത്. അപ്പോൾ അവൾ ഈ മാസം നാട്ടിലേക്ക് പോകണില്ല. കാരണം അവൾക്ക് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അവളുടെ ബാഗ് അവൾക്ക് വരാൻ പറ്റില്ല നാട്ടിലേക്ക്. പാലുവിൻ്റെ പിറന്നാളുടെ തലേന്ന് അവൾ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് വേറൊരു കാര്യം പറയട്ടെ. അത് ഈ ഫോട്ടോസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തോരം ചെറുതായിരുന്നു നോക്കി. ഇപ്പം ഇങ്ങനെയൊന്നും എടുക്കാനായിട്ട് പറ്റുമൊന്നുമില്ല പാലുവിന്. അത് ഞാൻ പറയണതിൻ്റെ ഫീല് നിങ്ങൾക്ക് എത്രത്തോളം
മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്താലും ഞങ്ങൾ ഭയങ്കര ഇമോഷണലാവും. ഞാൻ ഭയങ്കര കരയും. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് പാല് വലുതായെന്ന് എനിക്കിപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമാണ്. പറഞ്ഞു വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെയൊന്നും ഇപ്പോൾ എടുക്കാനൊന്നും പറ്റില്ല. ഇതുപോലെ സൈലൻ്റ് ആയിട്ടിരുന്ന് കിടന്നുറങ്ങത്തില്ല. ആൾ ഭയങ്കര കുറുമ്പിയായി. ഇപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ മേമയുടെ, അതായത് അമ്മയുടെ ചേച്ചിയുടെ, എൻ്റെ വലിയേട്ടൻ്റെ വൈഫ് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ചേച്ചി വന്നതാ. അപ്പോൾ വന്ന സമയത്ത് ചേച്ചി എനിക്കിപ്പോൾ പാലുവിനെ നാട്ടിൽ നിന്ന് പോയിട്ട് ചേച്ചി കണ്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ കാണിച്ചത് ഇങ്ങനെ കൊളപ്പുള്ളിയപ്പനെ പോലെ ഭയങ്കര കുറുമ്പിയാണ്. അപ്പോൾ പാലുവിൻ്റെ 1 വയസ്സായി എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് 1 വർഷം പോയത് അറിഞ്ഞു പോലും ഇല്ലല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജുകൾ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നും. പക്ഷേ ഞാനിതിപ്പോൾ ദിവസവും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ആ മെസ്സേജുകൾ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഞാൻ ഇമോഷണലായി പോകുന്നത്. ദൈവമേ, ശരിയാണല്ലോ, എത്ര പെട്ടെന്ന് നാളുകൾ പോയത്. എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ പെട്ടെന്നായിപ്പോയി. പാലുവിൻ്റെ വളർച്ച ധീന്നായി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ദിവസങ്ങൾ എന്ന് പറഞ്ഞ് പോവും, അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതൊന്ന് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി. ഇപ്പോൾ ഈ ഫോട്ടോസ്, എൻ്റെ റൂം ഫുള്ള് പാലുവിൻ്റെ ഫോട്ടോയാണ്. ഫോട്ടോൻ്റെ ആവശ്യമില്ല എനിക്ക് അവളെ ഓർക്കാൻ. പക്ഷേ അതിനൊരു സന്തോഷത്തിന് ഞാനിവിടെ കുറച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെനിക്ക് കൊളാബിന് കിട്ടിയതാണ്. കുറച്ചല്ലാതെ ഞാൻ ചെയ്ത് വെച്ചതാണ്. ഭയങ്കര വിഷമമാണെന്നൊക്കെ കാണുമ്പോൾ. പക്ഷെ എന്താ ചെയ്യുക, പിറന്നാൾ എന്താ പറയുക, നമ്മൾ അക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് മൂവ് ഓൺ എന്നൊക്കെ പറയുന്നത് ഈ സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് സ്നേഹത്തോടെ പാലുവിനെ പറ്റി സംസാരിച്ച് എല്ലാവരോടും എനിക്കതാണ് പറയാനുള്ളത്. ദിവസങ്ങൾ പെട്ടെന്നാണ് പോകുന്നത്. നമ്മൾ ഇനിയിപ്പോൾ പാലുവിൻ്റെ വളർച്ചകൾ കണ്ട് നമ്മൾ സന്തോഷിക്കുക. അവൾക്ക് നല്ല ദൈവം നല്ലത് മാത്രം വരട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനപ്പോൾ വീടും കാര്യങ്ങളെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് ഞാൻ മുന്തിരിയൊക്കെ വാങ്ങിച്ചിരുന്നു, കുറച്ച് ഫ്രൂട്ട്സ് മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, വയറിന് ബേണിങ് സെൻസേഷനൊക്കെ പോലെ വന്നിട്ട് വല്ല ഇൻഫെക്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കവേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാനിവിടെ തുടച്ച് തൂത്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് ബെഡ്ഷീറ്റെല്ലാം മടക്കി വെച്ചു. ബെഡ് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഊബർ ബുക്ക് ചെയ്യുക, പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ നെയിൽസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനത് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതെനിക്ക് അമ്മ പണ്ടൊരു ഓൺലൈനിലൊരു പേജിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ കാലിലെയും കയ്യിലെയൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു ചെപ്പലാണ്. 199 രൂപയുള്ളൂ. പക്ഷെ ഭയങ്കര ലാഭമല്ലേ. അപ്പോൾ അത് ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് രണ്ടും ഇത് സ്റ്റുഡിയോയിലാണ്. ഞാൻ ലെഗിൻ ആണ് ഇട്ടിരിക്കുന്നത്, ആങ്കിൾ ലെങ്തിൻ്റെ ലെഗിൻ. ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്. ചെരുപ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതാ ഈ 199 രൂപയുടെ. ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ അത്ര ചീപ്പായിട്ട് നമുക്ക് ചെരുപ്പുകളൊക്കെ കിട്ടും. അയ്യോ, അമ്മമ്മയ്ക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞതാ, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രായമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ചെപ്പൽ വേണമെന്ന് പറഞ്ഞതാ, വീട്ടിലിടാനും ഭയങ്കര വെയിറ്റില്ലാത്ത. എടാ, ഞാൻ മറന്നുപോയി. അയ്യോ പാവം, ഞാൻ മറന്നു. അയ്യോ, ബ്രഷ് എടുത്ത് വെച്ചില്ല. ബ്രഷ് എടുക്കണം. സോറി, ഞാൻ ടോയ്ലറ്റിലാണ്. ബ്രഷ് എടുക്കണം. ആവശ്യമില്ല, എനിക്ക് തീരെ താല്പര്യമില്ലെന്ന സാധനം. ഷാമ്പു എടുക്കണ്ടേ? ഷാമ്പു വേണം. പിന്നെ സെറ്റാഫിൽ, ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അമ്മ എല്ലാം എൻ്റെ അമ്മയുടെ ഒന്നും നല്ല ലൈറ്റുണ്ട് ഇവിടെ ടോയ്ലറ്റിൽ. ഹായ്. അപ്പോൾ ഈ 3 സാധനം കൂടെ എനിക്കിനി പാക്ക് ചെയ്യാനുണ്ട്. അതുകൂടെ എവിടേക്കെങ്കിലും ഞാൻ കുത്തി നിറയ്ക്കട്ടെ. എനിക്കൊരു വലിയ പെട്ടി വാങ്ങിക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പെട്ടി ഇല്ലായിരുന്നു എന്ന്. ഈ മേളിലില്ലേ, ഏറ്റവും മേളിൽ എൻ്റെ 4 പെട്ടികളായിരിക്കുന്നത്. കാരണം എൻ്റെ പണ്ട് സീരിയലൊക്കെ പോകുമ്പോൾ സീരിയലിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇരിക്കുന്ന പെട്ടിയാണത്. അപ്പോൾ ആ പെട്ടി അതിനകത്തുണ്ട്. പക്ഷേ അത് കയറി ഞാൻ എടുക്കണമെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഒട്ടിഞ്ഞ് കിടക്കില്ലേ നമ്മളിവിടെ. പിന്നെ ഞാൻ ഗൈസ് മുടി നാട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ വെട്ടുകയാണ്. വേറൊന്നുമല്ല, ഇപ്പം എൻ്റെ മുടി ഇവിടം വരെ അവർ കട്ട് ചെയ്തിട്ട് താഴെ സ്ട്രെയിറ്റാണ്. ഇത് ഈ പണ്ടത്തെ ഏതൊരു സിനിമാടി ഉണ്ടല്ലോ, മുടി ഇങ്ങനെ കിടന്ന, സുമലതയാണോ എനിക്ക്, അംബിക എങ്ങാണ്ട് ഇങ്ങനെയല്ലേ മുടി ഇരിക്കുന്നത്, താഴെ സ്ട്രെയിറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയും കൂടെ സ്റ്റെപ്പ് അടിച്ചിടാം, ഇതുപോലെ അടിച്ചിടാം. ഇനി വേറെ നിവർത്തിയില്ല, അങ്ങനെ തന്നെ അടിച്ചിടാം എന്നാണ് ഇപ്പം എൻ്റെ പ്ലാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം പറയുക. കാരണം അത് ഭയങ്കര വൃത്തികേടാ, ഇങ്ങനെ മാത്രം കിടക്കുമ്പോൾ വൃത്തികേടാ. അപ്പോൾ താഴെയും കൂടെ സ്റ്റെപ്പായിട്ട് അടിച്ചിടാമെന്ന് വിചാരിച്ചു.
എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ മോയ്സ്ചറൈസർ ഇടാൻ മറന്നുപോയി. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഊബർ ബുക്ക് ചെയ്യാം. മോയ്സ്ചറൈസർ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ മോയ്സ്ചറൈസർ അതിടാതെ ഞാൻ എവിടേക്കും പോരില്ല. ഇതിപ്പോൾ എൻചാൻഡറിൻ്റെ ആണ്. സാറ്റിൻ സ്മൂത്ത് ആലോവേറ ഒലീവ് ബട്ടർ. ഇതിടാതെ ഞാൻ എങ്ങടേക്കും പോകാറില്ല. ഇതൊന്നും ഇടുന്ന ഒരാളല്ലായിരുന്നു. എല്ലാം അമ്മയുടെ കണ്ട് കോപ്പി അടിച്ച് ചെയ്യുന്നതാ. എനിക്ക് അമ്മയുടെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാനും അച്ഛനും ഏറെക്കുറെ ഒരേ ടൈപ്പാണ്. അത് ഞങ്ങളായിട്ട് മെനക്കെട്ടൊന്നും ചെയ്യത്തില്ല. എല്ലാം അമ്മയുടെ കണ്ട് ചെയ്യും. അങ്ങനെ ഒരു ടൈപ്പാണ് ഞാനും അച്ഛനൊക്കെ. പക്ഷെ അച്ഛൻ എൻ്റെ ടൈപ്പാന്ന് ഞാൻ പറയത്തില്ല. അച്ഛൻ എന്ത് കണ്ടാലും എവിടെയെങ്കിലും എടുത്തിടണം, മുഖത്തൊക്കെ ഇടണം. ഞാൻ അങ്ങനെയില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അച്ഛൻ ടോയ്ലറ്റിൽ ഞാൻ ചിലപ്പോൾ ഷാമ്പൂ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുഖത്തിട്ടിട്ട് മോളി പുതിയൊരു മോയ്സ്ചറൈസർ മോള് വാങ്ങിച്ചു വെച്ചത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും ചിലപ്പോൾ. ഷാമ്പൂ ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെയാണ് അച്ഛൻ. അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അച്ഛൻ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇടും എവിടെയെങ്കിലും ഒക്കെ ഇട്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ പ്രസ്സായി പോകും. മൊത്തത്തിൽ ലഗേജൊക്കെ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിലിട്ട് കൊണ്ടുപോകാം. ഓൾസോ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. എൻ്റെ ഐഫോണിൻ്റെ ചാർജറാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഞാൻ എത്ര രൂപയാ? 200-ന് താഴെയോ 300-ന് താഴെയോ ഉള്ളൂ കേട്ടോ. നോക്ക്, ഭയങ്കര സേഫാണ്. താഴെ വീണാൽ റബ്ബർ ആയതുകൊണ്ട് ഭയങ്കര കട്ടിയാണ് കേട്ടോ. പക്ഷേ ഇത് ഇത്തിരി ക്ഷമയുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ നമ്മൾ റോൾ ചെയ്ത് എടുക്കണം. ട്യൂബ് തുമ്പത്തും വളരെ സേഫായിട്ടിരുന്നോളും. നല്ല ക്യൂട്ട് ആൻഡ് സേഫാണ്. കവർ ഐഫോണിൻ്റെ ചാർജിങ് കവറാണ്. അപ്പോൾ യെസ്, ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റൂലേ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ലിങ്ക് ഐഫോണിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങളൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സേഫാണ്. കാരണം ഇതിൻ്റെ വൈറ്റ് ചാർജറും കൂടെയാണ്. ഇങ്ങനെ സ്ക്രാച്ചൊക്കെ വീഴും. ഇതിൻ്റെയൊക്കെ ഒരു ചാർജർ വാങ്ങിക്കണമെങ്കിൽ എന്ത് പാടാ. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കിത് ഗുണം ചെയ്യും കേട്ടോ. ഞാനിത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടിപൊളിയാണ്. സോറി, എൻ്റെ ഇടയ്ക്ക് എന്നെ അച്ഛൻ വിളിച്ചു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഊബർ ഞാൻ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലാസിപ്പാളയം കൽപ്പക ട്രാവൽസിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ എത്തേണ്ടത്. 6:30-ക്കാണ് ട്രെയിൻ, പക്ഷേ ബസ്. അപ്പോൾ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തു. കൺഫേം പിക്കപ്പ് കൊടുത്തു. യെസ്, നമ്മുടെ വണ്ടി ആദ്യം ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയില്ല. കുറച്ച് നാളുകളായിട്ട് പണ്ട് ഒരു സെക്കൻഡിനുള്ളിൽ ഇവർ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നേ. ഇപ്പോൾ കുറച്ചായിട്ട് ഇവർ ഭയങ്കര സ്ലോ ആണ്. എന്നെ പറഞ്ഞപ്പോൾ തന്നെ വന്നല്ലോ, യുവർ ഡ്രൈവർ ഈസ് ഓൺ ദ വേ. ഓക്കെ, അയ്യോ ഞാൻ ഇനിയിപ്പോൾ ടെൻഷനാണ്. ഒന്ന് വേഗം ഒന്ന് എല്ലാം സെറ്റാക്കട്ടെ. 2 മിനിറ്റാണ് കാണിക്കുന്നത്. ഞാനൊന്ന് വേഗം ഒന്ന് പുറത്തേക്കൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ ഇറങ്ങാറില്ല. പ്രാർത്ഥിച്ചിട്ട് വരാം. ഓക്കെ, ഡ്രൈവർ താഴെ വന്ന് നിൽക്കുക. ഡ്രൈവർ താഴെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ബ്ലിങ്കിറ്റിൽ നിന്ന് എനിക്ക് പോകുമ്പോൾ കഴിക്കാനായിട്ട് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. അതിന് കഴിക്കണം. അപ്പോൾ നമ്മൾ വിളിച്ച സെക്കൻഡിൽ തന്നെ 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഓട്ടോക്കാരൻ വന്നു. പക്ഷേ ഓട്ടോക്കാരൻ എനിക്ക് പണി തന്നെന്ന് വെച്ചാൽ, ഞാൻ കലാസിപ്പാളയം കൊടുത്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, എന്താ പറയുക, മടിവാലയിൽ നിന്നാണ് എനിക്ക് വണ്ടി വരാൻ പോകുന്നതെന്ന്. എന്നിട്ട് രണ്ടാമത് ഞാൻ ലൊക്കേഷനൊക്കെ മാറ്റി കൊടുത്തു. 400 രൂപയുടെ പോക്ക് പുള്ളിക്കാരൻ എനിക്ക് 600 രൂപ ആക്കി തന്നു. പിന്നെ അത് വെയിലടിച്ചപ്പോൾ ഞാൻ ഫുൾ എനിക്ക് ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ചു. തലയെല്ലാം കംപ്ലീറ്റ് ഞാൻ കവർ ചെയ്ത് ഇരിക്കുകയായിരുന്നു. കാരണം നല്ല വെയിലായിരുന്നു. പിന്നെ ഞാൻ ഒരു 6:30-6:45 ആയപ്പോഴത്തേക്കും നമ്മുടെ അറ്റ്ലസ് ട്രാവൽസിലെത്തി. നേരെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ വരുള്ളൂ. ഇവർ പറഞ്ഞത് നേരെ വേറെയാണ്, പാലും ആട്ടോ സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു ബജ്ജിയൊക്കെ വാങ്ങിച്ചു. ആ ബജ്ജി ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ വേറെ ഹോട്ടലിൽ പോയി ഇരുന്നിട്ട് തന്നെ പോണേൻ്റെ അല്ല, എനിക്ക് പോയി കഴിക്കാനൊരു മടി. അപ്പം ഞാൻ 2 ബജ്ജി കഴിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം മുന്തിരിയൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചു. അപ്പോഴേക്കും പാലും എൻ്റെ അടുത്തുണ്ട്. പാലും ഒരു സൗണ്ട് കേൾപ്പിച്ചേ. അപ്പോൾ ഒരു ബജ്ജിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു ബജ്ജിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാനുള്ള ശ്രമത്തിലാണ്.
അത് കഴിഞ്ഞ് ഞാൻ ദാ വണ്ടിയിലേക്ക് നമ്മുടെ കയറി. ഞാൻ ഈ വണ്ടിയിലാണ് എപ്പോഴും വരാറ് അറ്റ്ലസ്, കാരണം 800 രൂപയുള്ളൂ. എനിക്കിങ്ങനെ ആഡംബരമായിട്ടുള്ള ഭയങ്കര വിലയുടെ ബസ്സിൽ വരണം എന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം എപ്പോഴും അറ്റ്ലസ് ഈ ബസ്സാണ് ഞാൻ നോക്കാറുള്ളത്. നല്ല സർവീസാണ് ഇവരുടെ. ഇപ്പോൾ കാണേണ്ട ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട, പക്ഷെ നല്ല സർവീസാണ്. പിന്നെ ഞാൻ 2 ലേസും വാങ്ങിച്ച് ഞാൻ അതിനകത്ത് കയറി. ഞാൻ സമാധാനമായിരുന്നു കേട്ടോ. ബസ്സിലൊക്കെ കയറി ബസ് കംപ്ലീറ്റ്. എനിക്ക് ഒക്കെയാണ് ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്താലുള്ള കുഴപ്പം, മനസ്സിലായില്ലേ? ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ബസ്സൊക്കെ ആയിരിക്കും കിട്ടുക, പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഐ ആം ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു റീച്ച് ഹോം, ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ഇത് നമ്മൾ 800 രൂപയുള്ളൂ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ലഗേജ് കൂടുതലാണ്. ഓൾറെഡി എൻ്റെ ലഗേജ് താഴെ കയറുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെച്ചു. എങ്ങനെയെങ്കിലും സൈഡിൽ കാലൊക്കെ കയറ്റി വെച്ച് കിടന്നുറങ്ങണം. 2 ബാഗും ഉണ്ട്. പിന്നെ റിംഗ് ലൈറ്റും ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് എറിയാനും പറ്റത്തില്ല. ലെറ്റ്സ് സീ, എങ്ങനെയെങ്കിലും ഇവിടെ കിടക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്നില്ലെങ്കിൽ നാട്ടിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ ഇനി എൻ്റെ ഇടയിൽ എഴുന്നേറ്റാൽ കാണാം. പ്രൈം വീഡിയോ ഉണ്ട്, അപ്പോൾ അതിലെന്തെങ്കിലും സിനിമയും കണ്ട് കിടക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ മൊബൈലിൻ്റെ പവർ ബട്ടൺ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദി പ്രോബ്ലം. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ക്ലിപ്പ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഹലോ, അപ്പോൾ ഇപ്പം സമയം 6:27. നോർമലി എന്നെ നമ്മുടെ തൃപ്പൂണിത്തറ വൈക്കത്തേക്ക് പോകുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാം. വൈക്കത്തേക്ക് പോകുന്ന പള്ളിയുടെ അവിടെയാണ് എന്നെ സ്റ്റോപ്പ് ചെയ്യുക അവര്. പക്ഷെ ഇന്ന് അവർ പറഞ്ഞു അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരെന്നെ പേട്ടയിൽ ഇറക്കി വിട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അവരെന്നെ ഇറക്കി വിട്ടു. അപ്പൊ അച്ഛൻ അവിടെ നിന്നായിരുന്നു പള്ളിയുടെ അവിടെ. ഓക്കെ, അപ്പൊ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നു. ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ചു. അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ എന്താ പറയാനുള്ള? ബാലുവിന്റെ പിറന്നാളൊക്കെയാ വരുന്നത്. എന്താ അച്ഛന് പറയാനുള്ള? എക്സൈറ്റഡ് ആണോ അച്ഛൻ? എന്റെ 1 വയസ്സ് പിറന്നാളുടെ വിശേഷങ്ങൾ പറയാ, ദിവസം ഒന്ന് പറയാവോ? അല്ല, എന്റെ 1 വയസ്സ് പിറന്നാൾ ഓർമ്മയുണ്ട് അച്ഛന്? ഒരു മറ്റേ ഞാൻ പറയാം ഏതുടുപ്പാന്ന് ഞാനിവിടെ കൊടുക്കാട്ടോ ഗൈസ്. അതിന്റെ ഫോട്ടോ ഒരു റെഡ് കളറ് വളപ്പുള്ളൊരു ഉടുപ്പ്. അത് അച്ഛൻ്റെ അച്ഛൻ എനിക്ക് അപ്പാപ്പ വാങ്ങിച്ചെന്ന ഉടുപ്പാണ്. എന്താ പറയാ, ഒരു റെഡില് പഫ് കൈയുള്ള ഉടുപ്പ് അല്ലേ അച്ഛാ? ഓർമ്മയുണ്ട് അച്ഛന്? ഒരു വെള്ളയും ഗോൾഡനും ചുമലയും പട്ട് പോലത്തെ ഉടുപ്പ് അല്ലേ? അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് കേക്കൊക്കെ മുറിച്ചില്ലേ? അതൊന്ന് പറ അച്ഛൻ, എല്ലാ വർഷം ചെയ്യുന്നത്. എല്ലാ വർഷവും അച്ഛൻ എൻ്റെ പിറന്നാളിന് ഇതുവരെ എപ്പോഴും ഒരു കലണ്ടറും ഉണ്ടാക്കും, കാർഡും ഉണ്ടാക്കും അല്ലേ? എന്താ അവിടെ നിന്ന് അച്ഛൻ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയേ? എന്ത് കാർഡും മിഠായി അതിലിങ്ങനെ സ്റ്റേപ്ലർ ചെയ്ത് വെക്കും. പിന്നെ കലണ്ടർ പക്ഷെ നമ്മൾ ഏതോ പ്രായത്തിൽ നിർത്തിയല്ലോ അച്ഛാ. എത്രയിലായിരുന്നു? 8-ലോ 9-ലോ? അതെ. എന്നിട്ട് കലണ്ടർ പണ്ട് സീബാമോളുടെ അടുത്ത് പല്ലൊക്കെ എടുക്കാൻ പോകുമ്പോൾ സീബാമോളുടെ അവിടെ കലണ്ടർ ഇരിപ്പുണ്ടാവും. എൻ്റെ എല്ലാ വർഷത്തെയും കലണ്ടർ ഇരിപ്പുണ്ടാവും. അത് വേറെ ഒന്നല്ല, അച്ഛൻ ഈ അഡ്വർടൈസിങ് കമ്പനി അല്ലേ, അപ്പോൾ അച്ഛൻ ഇങ്ങനെ വർക്ക് ചെയ്തതിൻ്റെ ഫോട്ടോ വാഷ് ചെയ്യാൻ പോകുമ്പോൾ അച്ഛന് ബന്ധങ്ങളുണ്ട് അവിടെ ഈ വാഷ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോയിൽ അല്ലേ. അപ്പോൾ അച്ഛൻ അങ്ങനെ അവരെ കൊണ്ട് പറഞ്ഞ് ഡേറ്റും ഒക്കെ വെച്ച് കലണ്ടറും ഒക്കെ ഉണ്ടാക്കും. എൻ്റെ 1 വയസ്സ് പിറന്നാളുടെ ദിവസം ഒന്ന് പറയാം. ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു പറ. ബന്ധുക്കാരുണ്ടായി, കൂട്ടുകാരുണ്ടായി, എല്ലാവരും. അന്നൊക്കെ ബന്ധുക്കാരായിരുന്നു, പിന്നെ നമുക്ക് കൂടുതലും അതാണ് നല്ലത്. റിയലൈസ് ചെയ്തല്ലേ ചക്കറെ? വേറെ ബന്ധുക്കൾ വേണം. ബന്ധുക്കൾ ഈ മരിക്കുമ്പോ കരയാനും ചിരിക്കാനും മാത്രമേ അവർക്ക് പറ്റുള്ളൂ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ കൂടെ. നമുക്ക് നൂലുകെട്ടിനൊക്കെ ആണെങ്കിലും കൂടുതലും കൂട്ടുകാരായിരുന്നു അല്ലേ? ഷാജിയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ 1 വയസ്സ് പിറന്നാളിന്. ഞാൻ എങ്ങനെയായിരുന്നത് 1 വയസ്സ് പിറന്നാളിന്? ഓ മറന്നില്ലേ പറയാൻ? ഒന്നല്ല 2 ബാലുവിന് എത്ര പല്ല അച്ഛൻ എന്താ പറയണേ? 4 പല്ലില്ലേ അവൾക്കിപ്പം? അയ്യോ, പാലുവിന്റെ പല്ലിന്റെ കാര്യം പറയാൻ കേസ്. ഞാൻ പാലുവിന് താഴെ 2 പല്ലാണ് ആദ്യം വന്നത്. മേളിലെ പല്ല് വന്നപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പൊക്കം വെച്ചോണ്ട് വണ്ണം കുറഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ എന്താ പറയാ, മേളിലത്തെ 2 പല്ല് വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് എങ്ങനെയാ വരണേന്നറിയാൻ. പക്ഷെ ഒന്നും പറയണ്ട ഗൈസ്, ഈ പല്ല് കണ്ടോ നിങ്ങള്? ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന
ഈ എൻ്റെ അതേ പല്ല് എനിക്ക് എത്രയില്ല കമ്പി ഇട്ടേന്ന് വല്ല ഓർമ്മയുണ്ടോ അച്ഛന്? ലിസ്യൂസി പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു എൻ്റെ പല്ലിൽ ഞാൻ കമ്പി ഇട്ടത്. എനിക്ക് നോർമലി ആൾക്കാർ കമ്പി ഇടുന്നത് പുറത്തൂടെ അല്ലേ, എനിക്ക് ഈ പല്ലിൻ്റെ നാനാടത്ത് വീട്ടിൽ വെച്ചിട്ടാണ് എന്നോട് സീബാമോൾ ഡോക്ടർ പറയുന്നത് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെ 10 പ്രാവശ്യം രാവിലെ എണീറ്റിട്ട് പുറത്തേക്ക് തള്ളാൻ പറഞ്ഞു. കാരണം എൻ്റെ പല്ല് ഇങ്ങനെ അകത്തേക്കായിരുന്നത്, ഇങ്ങനെ ഡോറ് ചാരി വെച്ചേക്കണ പോലെ. അതേ പല്ലാണ് പാലുവിന് ഇപ്പോൾ മേളിൽ വന്നിരിക്കുന്നത്. അതെന്താ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പോയി വന്ന പല്ലാണ്. പിന്നെ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊരു പല്ലിന് മേളിൽ അകൽച്ചയുണ്ട്. ഞാൻ വിചാരിച്ചത് പാലുവിൻ്റെ പല്ല് പൊങ്ങുന്ന, പക്ഷെ ഇത് പൊങ്ങുമല്ല, ഇത് അകത്തേക്കാണ് പോകുന്നത് എൻ്റെ പോലെ. ഇനി അതെന്താവും അറിയില്ല. ഇനി പോയി വരുമ്പോഴത്തേക്കും എന്തായാലും നല്ല പല്ല് വരുമല്ലോ എന്നൊരു സമാധാനമുണ്ട്. എന്തായാലും അച്ഛൻ്റെ ഇടമ്പല്ലോ അല്ലെ ഇപ്പം അമ്മയുടെ നേരെയുള്ള പല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. എൻ്റെ പല്ല് എന്തായാലും മോശമാണ്. അപ്പൊ അങ്ങനെ മുടിയൊക്കെ വളർന്നു വെച്ചാ മുടി ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. സോ എക്സൈറ്റഡ്. ചെറിയ റബ്ബർ മാറ്റിട്ട് ഇവിടെ അമ്മയുടെ പക്ഷേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഒരു മുടി പോലും കിട്ടിയിട്ടില്ലല്ലേ അച്ഛാ? അച്ഛൻ്റെ ലൈഫിൽ നിങ്ങൾ എന്താ പറയാ, കുറെ പേരുടെ കമന്റ് ഞാനിങ്ങനെ കണ്ട അച്ഛൻ ഭയങ്കര ചെറുപ്പമാണെന്നൊക്കെ. ഇൻസ്റ്റയിലൊക്കെ സന്തൂർ ഡാഡി എന്നൊക്കെ വിളിക്കുമായിരുന്നു അച്ഛനെ അമ്മേനെയൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ ഇതുവരെ ഡൈ ഉപയോഗിച്ചിട്ടില്ല അല്ലേ? അച്ഛൻ എണ്ണ തേക്കാത്ത ഒരു ദിവസവും ഇല്ല. എവിടെ പോയിട്ട് വന്നാലും എണ്ണ തേച്ച് കുളിക്കും. അച്ഛൻ ഇപ്പോഴാണ് കുറച്ച് മുടിയൊക്കെ നരച്ചു തുടങ്ങി. പക്ഷെ നരച്ചാൽ അച്ഛൻ ഇതുവരെ ഡൈ ചെയ്തിട്ടില്ല. ഡൈയുടെ ആൾ അമ്മയാണ് കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് അച്ഛൻ്റെ പോലെ അല്ല കേട്ടോ. അമ്മയ്ക്ക് ധാരാളം നരയ്ക്കും അല്ലേ? നരച്ചു കഴിഞ്ഞാൽ ശരിക്കും അമ്മ ഭയങ്കര നരയ്ക്കും. അപ്പം അതുകൊണ്ട് മാത്രം അമ്മ ഡൈ ചെയ്യുന്നതാ. അല്ലാതെ ഇവര് ഇപ്പം ചെറുപ്പമായി വരും അല്ലേ? അല്ലാണ്ട് ഷുഗർ വന്നിട്ട് ക്ഷീണിക്കണമല്ലോ. അപ്പൊ നമ്മൾ എത്താറായി, നമ്മുടെ വീട്ടിലേക്ക് എത്താറായി. ഇനി ഒരു മാസം ഞാൻ വീട്ടിലുണ്ടാവും. നമുക്ക് സ്ഥിരമായിട്ട് നമുക്കിനി വ്ളോഗ് ഇടാം. നമുക്ക് എല്ലാ ദിവസവും കാണാം. പാലുവിന്റെ പിറന്നാളിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഷോപ്പിംഗ് ഉണ്ടാകും, അതുണ്ടാകും, ഇതുണ്ടാകും, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി വീട്ടിൽ ചെന്ന് ഇപ്പൊ 6:30 പാലു എണ്ണീറ്റിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോ എണ്ണീറ്റിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഞാൻ പോന്നപ്പോ എഴുന്നേറ്റിട്ടില്ല. ഇല്ല. അങ്ങനെ തിരിയുന്നുണ്ടായിരുന്നു. ആണോ? അപ്പൊ എന്തായാലും എണീറ്റിട്ടുണ്ടാവും, നോക്കാം. അപ്പൊ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ട് കാണിച്ചു തരാം. ബൈ. ഈ പിറന്നാൾ മാസമാകുമ്പോഴത്തേക്കും വയ്യായിക വരും എന്ന് പറയും. അതല്ല, അമ്മമ്മയുടെ വീട്ടിലായിരുന്നല്ല, ഉറക്കമൊന്നും ശരിയായില്ല. കൊതുകടിച്ച പാടൊക്കെ ഉണ്ട്. അവിടെ അറിഞ്ഞിട്ടില്ല കൊതുകടിച്ചത്. നല്ല പാട്. അച്ഛൻ ഇന്നലെ കാണിച്ചല്ലേ കവളിന്റെ സൈഡും. ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അച്ഛാ. അച്ഛന്ന് അച്ഛനവിടെ നല്ലേ വരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മുടെ മാത്രമേ കാറുള്ളൂ അച്ഛാ? വേറെ ഇവർക്ക് ആണോ? ഓ, 3 ഫ്ലോർ അല്ലേ അച്ഛാ മൊത്തം? അതുകൊണ്ടാണ് 3 പേർക്ക് ഇടാൻ പറ്റുന്ന രീതി. അപ്പൊ എന്ത് പറയാൻ വന്നാണല്ലോ, പറ. ഒരു വളി പഠിക്കാൻ വന്നാണ് മനസ്സിലായി എനിക്ക്. ഈ വീടിനെ പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഗൈസ്. ഈ വീടെന്ന് അച്ഛാ, ഈ വണ്ടി അച്ഛന് ഓർമ്മയുണ്ടോ? ആരുടെങ്കിലും വണ്ടിയായിട്ട് ഓർമ്മയുണ്ടോ ഈ വണ്ടി? അരവിന്ദ വലിച്ചന്റെ പണ്ടത്തെ വണ്ടി. അമേസ്. ഈ വീടാണ് ഗൈസ് സിനിമ സീരിയൽ പ്രവർത്തകരെല്ലാവരും വന്ന് ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ വരില്ലേ, അത് ഈ വീടാണ്. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടല്ലേ? ഞാനല്ല, അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ മുകളിലെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഒരു കഥ കേട്ടത്. ഞാൻ അഭിനയിക്കാൻ പോണ സിനിമയുടെ കഥ കേട്ടത്. ശരി ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. ഞാനൊന്ന് മേളിലേക്ക് ചെല്ലട്ടെ. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് കുറെ കഥ പറയാനേക്കാൾ എന്ത് കണ്ടിട്ട് ഇവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലാവുള്ള അച്ഛാ. എനിക്ക് മനസ്സിലാവണില്ല, പക്ഷെ അറിയത്തില്ല. അവര് വന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പോ നമ്മള് വീട്ടിലെത്തിയിട്ട് ഒരു അപ്പൊ തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവളുടെ കളിയിലും ചിരിയിലും മുഴകിയിരുന്നത് കൊണ്ട് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. താലുവിന്റെ വാ കഴിക്കട്ടെ, അവള് ദോശ കഴിച്ചിട്ടിരിക്കുക.
പാലു ഓഡിയൻസിന് നോക്കിയിട്ട് ഇത് കാണിച്ചേ കപാൽഭാതി ഇതേ ചേച്ചി മൂക്ക് ചേച്ചിയെ മൂക്ക് വെള്ളം ഇരിപ്പുണ്ടേ തുടയ്ക്കാനാ. അയ്യോ കണ്ടു തുടച്ചമ്മ. മുടി കിട്ടിയത് മാഡം അറിഞ്ഞിട്ടില്ല കേട്ടോ. പാലുവിന്റെ മുടിയൊക്കെ വളർന്നു, ഇച്ചിരി ക്ഷീണിച്ചു, പക്ഷെ അത് പൊക്കം വെക്കുന്നുണ്ടോ. അമ്മയും കൂടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാളിൽ പോയി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാം പാലുവിന്റെ പുതിയത്. അപ്പൊ അതുവരെ നമുക്ക് നമ്മുടെ പാലുവിന്റെ യോഗ കാണാം. പാലു യോഗ കാണിച്ചേ കപാൽ പാലി വേണ്ട മൂക്കിലിടണ്ട അങ്ങോട്ട് അങ്ങോട്ട്. എന്താ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പൊ വായില്ലേ? എന്താ എനിക്കൊന്നും മനസ്സിലാവേണ്ട ഭാഷയിൽ പറയൂ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം നിന്റെ? എന്താ പാലു പ്രശ്നം? കപാൽഭാതി ചെയ്തേ, കപാൽഭാതി. ആ ഇങ്ങനെ യോഗ ചെയ്തേ. പാലു ഫാൻ എവിടെ? ഫാൻ എവിടെ? ഫാൻ. കപാൽഭാതി ചെയ്തേ, കപാൽഭാതി. ആ ആ ആ മിടുക്കി. ഇനി ഇനി എന്താ ആസനമുള്ള? ആ ഭ്രമരി ചെയ്തേ, ഭ്രമരി ചെയ്തേ. ചെവി വെച്ച് പ്രാണായാമം അല്ല പൊന്നാ. കൊതുക് പിടിച്ചിട്ട് നോക്ക്, ചുമന്നിരിക്കുന്നു കുഞ്ഞിൻ്റെ കൈ. പാച്ചു, നിന്റെ പിറന്നാളാ വരുന്ന അടുത്ത മാസം 18-ാം തീയതി. എന്താ നിന്റെ അഭിപ്രായം? പിറന്നാളാ, എന്താ നിന്റെ അഭിപ്രായം? എന്താ അടുത്ത മാസം പിറന്നാളായതിന്റെ? ഇതാ ചേച്ചി പുതിയ വാങ്ങിച്ച സ്റ്റാൻഡ് എന്ന് ചേച്ചി വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ ബാലുവിന്? അത് ഈ സ്റ്റാൻഡാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? വാ. അപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തു പറ്റി? വേനുണ്ടോ ചേച്ചി? അങ്ങനെ വെച്ചപ്പോ വേനിച്ചോ? പക്ഷേ ഞങ്ങളുടെ കുടുംബമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇച്ചിരി നീളം വെച്ചിട്ടുണ്ടേ, പക്ഷെ വലിപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ ഇനി എല്ലാരോടും ഇത് പറയല്ലേ പറയല്ലേടി എന്നാണോ ഉദ്ദേശിച്ചത്? ദേഷ്യപ്പെടും ഇപ്പൊ എന്നെ. പല ദേഷ്യപ്പെട്ടെ, ഇവരും ദേഷ്യപ്പെട്ടെ. ഓക്കെ, അപ്പൊ വേറെതല്ല, എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോ എന്തെങ്കിലും പാലൂര് കൊണ്ടുവരും. ഇത്തവണ തലേന്നാണ് പോകേണ്ടി വന്നത്, അതായത് ഇങ്ങോട്ടേക്ക് വരേണ്ട തലേന്ന്. ഞാനാണെങ്കിൽ അബദ്ധത്തിൽ റോങ് സ്റ്റുഡിയോ ആണ് കൊടുത്തത്. ഞാൻ ഉദ്ദേശിച്ച സ്റ്റുഡിയോ അല്ല ശരിക്കും എനിക്ക് പോകാൻ പറ്റിയത്. അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സ് കുഞ്ഞിന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയാ, ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് നമുക്ക് എല്ലാ ദിവസവും ബ്ലോഗ് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം. എല്ലാ ദിവസവും പാലുമായിട്ടുള്ളത്. അമ്മയെ വിളിക്കാം. അമ്മ മാ മാ വിളിക്ക്. മാ മാ സാപ്പാസ അല്ലടി മാ. അമ്മ അമ്മ അമ്മ. നമ്മുടെ അമ്മ ഒരുമിച്ച് വിളിക്കാം നമുക്ക്. അമ്മ 3, 2, 1. ഓ, എന്നിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതിനുശേഷം? ഓ, എന്നിട്ട് പാലു, എന്നിട്ട് അമ്മയും കൂടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അമ്മ അമ്മ. പാലു എങ്ങനെ അമ്മ വിളിക്കണേ? മാ 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 മാ. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അമ്മ വന്നവരെ. ഇവിടെ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് അമ്മ വന്നവരെ മിണ്ടാണ്ടിരിക്കും കേട്ടോ. നല്ല മക്കളാണ് ഞങ്ങളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അല്ലേ ബാലു?
നിങ്ങളെ പറ്റി എപ്പോഴും നല്ല അഭിപ്രായം എല്ലാവർക്കും അല്ലേ ബാലു? നല്ല അഭിപ്രായം. രണ്ടും നല്ലതാ. ഒന്നിനും വെച്ച പാടിയമ്മ. യെസ്, അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് ഞാൻ പാലുവിന് എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയവും ഇല്ലായിരുന്നു ഇതൊക്കെ വാങ്ങിക്കാൻ. ആദ്യം എനിക്ക് ആഗ്രഹം ഇടിക്കാൻ ഈ ക്രോപ്പ് ടോപ്പും പാവാട പാലുവിനില്ല, ഒരു പാവാട ഇല്ല. അപ്പൊ പാവാട പാലുവിനില്ല. അപ്പൊ ഞാൻ പാവാട വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പാകം പോകുന്നു. 9 മാസം 12 മാസം ആവോ. എനിക്കറിയാൻ പാടില്ല എന്താണ് ഇത്. ക്രോപ്പ് ടോപ്പ് കേട്ടോ. അതടിക്കണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് ക്രോപ്പ് ടോപ്പ് ഇട്ട് നോക്കാം. പാലിങ്ങോട് വരൂ. കൈ കാണിക്കേ, കൈ. തുണ്ടുളായിട്ടുണ്ട്, തുണ്ടുളുവായന്റെ. ഇത് ക്രോപ്പ് ടോപ്പാ. കുഞ്ഞുവാവയുടെ അമ്മേന്റെ തൊട്ട് മേളിൽ വരും. ഇനി ഇത് ഇങ്ങനെ കൈ വലിയ ഇഷ്ടമായില്ല, പക്ഷെ നമുക്ക് നോക്കാം. അത്ര ഇറക്കിയിട്ടുണ്ട് അമ്മ. മതി. പാലു എണീറ്റ് വാ, ഇവിടെ നിൽക്ക്. സ്കേർട്ട് പാലുവിന്റെ ലൈഫിൽ ഇടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാ പാലു പാവാട ഇടാൻ പോണേ. സ്കേർട്ട് കേട്ടോ. പൊക്കിളൊക്കെ കാണട്ടെ, കുറച്ച് പൊക്കിളൊക്കെ എല്ലാരും കാണട്ടെ. ഇതാണ് പാലുവിന്റെ ആയത്. നമ്മൾ കുറച്ച് കയറ്റി ഇട്ടോക്കട്ടെ. പക്ഷെ എന്നിട്ട് ഇച്ചിരി ലൂസ് അവൾക്ക്. പാവച്ചി അമ്മേ, വാലു എണീറ്റ് നിർത്തിക്കമ്മ, എണീറ്റ് നിർത്തി. അയ്യോ എന്ത് രസാ വാച്ചാ. എണീറ്റ് നിന്നേ പാലു. പാലു അമ്മയുടെ പോലെ. അമ്മയുടെ പാരമ്പര്യം കാത്തോള്. സർപ്പത്തുള്ളന്നെ പോയി 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 അമ്മയുടെ ഫാമിലി എല്ലാരും സർപ്പത്തുള്ളാൻ പോവേ. പാലു ഒന്ന് എണീറ്റ് നിക്കണ. പൊന്ന പൊന്നാ ഇവിടെ നിർത്തിക്കാമോ? ഒന്ന് പിടിച്ച് നിർത്തിയാ മതി. വെക്കവളെ നിർത്താൻ നോക്കൂ. അയ്യോ ശരിക്കും കരയണം അമ്മ. എങ്ങനെയുണ്ടമ്മ ഇത്? ഇത് കുറച്ചുകൂടെ വലുതായ നടക്കാൻ തുടങ്ങുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇതിനകത്തിടാൻ ഇവർക്ക് വൈറ്റ് കളർ ഇന്നർ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് വൈറ്റ് കളർ ടീഷർട്ടിന്റെ ഇവിടെ. അതുകൊണ്ട് അകത്തെല്ലാം വാങ്ങിക്കാൻ. ഇതൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവുമല്ലോ പണ്ടത്തെ കാലത്തെ ട്രൗസർ. ഇത് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അത്. അമ്മയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. ഒന്ന് ഞാൻ വാങ്ങിച്ചതാ. നോക്കി നോക്കാം. വാ. പേളിമാണിയുടെ കുഞ്ഞിന് 1 വയസ്സിൽ ഇടിയിച്ച ഡ്രസ്സ് ഇതായിരുന്നു. മറ്റേ ഫോറസ്റ്റ് ആയിരുന്നു, കാട്. അപ്പള് കുണ്ടിപ്പെണ്ണ. അതുകൊണ്ട് ചേച്ചിന്റെ പൊന്നിനെ കാണാൻ കറക്റ്റാ. അത് കറക്റ്റാ. വലിച്ച് വെള്ളം കയറ്റും.
എവിടെയും വെക്കരുത്. പെണ്ണിന്റെ ലിപ്സ്റ്റിക് ഒക്കെയാണ്. ഈ ഡ്രസ്സ് ഇട്ടതുപോലെ തോന്നണില്ല കേട്ടോ. അവിടെ സ്കിൻ കളറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതൊക്കെ ഇതിന്റെ കൈയൊക്കെ ഭയങ്കര പാവാട കറക്റ്റ്. കൈ ഒരു പാവാട കറക്റ്റ് അല്ല. പാവാട അത്രയും ലൂസ് വേണം. ഇത് കണ്ട കൈ ഒരു ഭംഗി ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൈ വെട്ടി അല്ലെങ്കിൽ പക്കയാക്കുക അത് ചെയ്യും. പഫാക്കാൻ പറ്റും. ഭംഗിയുണ്ട്, കളറൊക്കെ നല്ല ചേരുന്നുണ്ട്. പക്ഷെ കൈ ഒരു രസമില്ല. ഇതിന് വെട്ടിയിട്ട് വല്ല പക്കയാക്കി അല്ലെ സ്ലീവ്ലെസ് ആക്കാം. അങ്ങനെ ഉണ്ടാക്കും രസം. അല്ലമ്മ ഇത് ഓഫ് ഷോൾഡറാ. ഇങ്ങനെ കൈ സൈഡിലേക്ക് ഇറക്കി വെക്കുന്നതായിരുന്നു. ഞാൻ നമ്മുടെ സ്കേർട്ട് ഇല്ലാത്തോണ്ട് വാങ്ങിച്ചതാ. ഇത് കറക്റ്റ് ഫിറ്റാ. ആകെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ്. ഡ്രസ്സ് പല ഇതൊന്നും തോന്നുന്നില്ല. പെട്ടെന്ന് വലുതായ പോലെ. പാലു എന്നാ എഴുന്നേറ്റ് വാ. കൈ പൊക്കി പിടിക്കും, ഇങ്ങനെ പൊക്കി പിടിക്കും. അപ്പോൾ എണീക്കും. എണീറ്റ് വാ കണ്ണ. പാലു 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 ഫാൻ എവിടെ? ഫാൻ പാലു ഫാൻ എവിടെ? ഫാൻ 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 എവിടെ? ഫാൻ എവിടെ? ഹലോ സുന്ദരിയായിട്ടുണ്ടല്ലോ ചേച്ചിയുടെ പൊന്നി ഉടുപ്പില്. എന്താ പാലു സൗന്ദര്യം? നല്ല ചേരുന്നുണ്ടല്ലോ അവളുടെ കളറ്. നല്ല രസമുണ്ട്. പക്ഷെ ഇതൊക്കെ എടുത്താൽ മതി. കാഞ്ചീപുരത്തിന്റെ സാരിക്ക് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് ഒരു പിങ്ക് കളർ അറ്റത്തുള്ളത്. പൊടിഞ്ഞു പോയ പിങ്ക് അല്ലായിരുന്നു, പിന്നെ ഇത് കാവിക്കളർ. അടുത്തുടുപ്പിടാം, അടുത്തുടുപ്പിടാം. ഒരു കാര്യം നല്ല രസമുണ്ടല്ലേ? നന്നായി ചേരുന്നുണ്ട്. എന്താ പറയാ, ഷോർട്സ് ആണ്. പക്ഷെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഞൊറിയുള്ള ഷോർട്സ് ആണ്. പോക്കറ്റും ഉണ്ട് കേട്ടോ. ബാക്കിൽ കണ്ടോമേ ഫുള്ള് ഞൊറിയ. ഫ്രണ്ടിൽ കോട്ടൺ തന്നെ ബെൻഡ് ചെയ്തിട്ട് എന്താ പറയാ, ഇട്ട് നോക്കാം. അയ്യോ ഇപ്പൊ വണ്ണ വെച്ചവര് പാന്റ് ലൂസാ ഗൈസ്. നീ ഒന്ന് നിന്നെ പറഞ്ഞു. പാന്റ് ലൂസായി പോയി. എന്നാ പാലു പാലു ഒന്ന് എണീറ്റേടാ, ഒന്ന് കാണട്ടെ പൊന്ന. ആ ഡ്രസ്സ് ടോപ്പ്, പക്ഷെ ഇതിനകത്ത് ടോപ്പിൽ അവൾക്ക് നല്ല വണ്ണം തോന്നിക്കണ്ടല്ലേ? അതാ കൈക്ക് ഇറക്കമുള്ളതുകൊണ്ടാ. പൊന്നെ ഒന്ന് എണീറ്റിടാ പൊന്ന. ചേച്ചിക്ക് ആ പാന്റ് ഒന്ന് കാണാനാ, ഷോർട്സ് ഒന്ന് കാണാനാ. ദേഷ്യക്കാരി കേട്ടോ. ഓ ആ എത്രയും നല്ലത്, വലുതാൻ വിടാം അല്ലേ? അങ്ങനത്തെ കുറെ പാന്റ് നിക്കർ ഇരിപ്പുണ്ട്. ലൂസാ. പാച്ച ഒന്ന് നോക്കടാ ക്യാമറയിലേക്ക്. പാലു ഉറക്കം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വിളിക്കണേ പാലു പാലു ചിലപ്പോൾ എണീക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. പാലു പാലുവാവേ, ഇനി പറന്നാളിന് പാലുവിന് ഒരുപാട് ഉപ്പാച്ചി കിട്ടുമല്ലോ.
അവൾ എണീറ്റ്. സ്നേഹമാണോ? അമ്മ കരഞ്ഞമ്മ, അമ്മ കരയുമ്പോൾ അവൾ എങ്ങനെയാ നോക്ക? ഉറക്കെ കരാ എന്റെയാണല്ലോ ഇന്ന്. അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അവൾക്ക് ഉറക്കം വരുന്നുണ്ടേ. ആര് കരഞ്ഞാലും അവൾക്ക് ഒന്നുമില്ല. അയ്യോടാ നമ്മുടെ പെണ്ണാച്ചിയാണോ? കുങ്കരനാണോ? നമ്മുടെ കുങ്കരവാസമുണ്ടല്ലോ, കുങ്കരൻ. അമ്മ എന്നെ പാടിനെ വിളിച്ചണേ. വാസുകി എവിടെ അമ്മയുടെ? വാസുകി പാമ്പില് വിഷം ചീറ്റി ഉറങ്ങുക. വാസുകി എവിടെ? വാസുകി എന്താ? വാസുകി ആരാ? ആരാണ്? ഞങ്ങൾക്ക് എന്തായാലും ഉറക്കം വരുന്നുണ്ട്. നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. അമ്മ പിറന്നാളിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരോടും പറഞ്ഞു. നമുക്കൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്കൊരു വീഡിയോ ആയിട്ട് എല്ലാവരോടും ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് അമ്മ പാലുവിൻ്റെ പിറന്നാളിന് നമ്മുടെ പരിപാടികൾ? പാലുവിൻ്റെ മുടി ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഉറക്കാൻ പോവാ കേട്ടോ, അത് ഭക്ഷണം കഴിച്ചിട്ട്. പിന്നെ എന്താ പറയുക, പാലുവിൻ്റെ പിറന്നാളാണ് ഫെബ്രുവരി 18-ാം തീയതി. നമ്മൾ ആര്യയുടെ ഒന്നും ഇതുവരെ നാളെ വെച്ചിട്ടാണ് ഞാൻ ആഘോഷിക്കുക. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ആര്യയുടെക്ക് നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ പാലുവിന് മാർച്ച് 7-ആണ് പാലുവിൻ്റെ ബർത്ത്ഡേ വരിക. അപ്പോൾ ആ സമയം വരെ ആര്യയ്ക്ക് കോളേജ് സെം ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആര്യയ്ക്ക് പിന്നെയും ലീവ് എടുക്കണം വരണമെങ്കിൽ. അപ്പോൾ അവർ ഇത്രയും സെം ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെയും ചെന്ന് ലീവ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മിസ്സുമാർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ ഒരു അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ ലീവ് എടുക്കാനും ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഫെബ്രുവരി 18 തന്നെ നക്ഷത്രം വെച്ചിട്ട് അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നടത്താമെന്ന് വിചാരിച്ചത്. ഞാൻ ആര്യയുടെ എല്ലാ പിറന്നാളുകളും നക്ഷത്രം വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഈ മാർച്ച് 7-ൻ്റെ പിറന്നാൾ നക്ഷത്രം വെച്ചിട്ടുള്ള ജന്മനക്ഷത്രം വെച്ചിട്ടുള്ള പിറന്നാൾ ബാബയുടെ സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ഫുഡും അലൗഡല്ല. സിസ്റ്റർ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കുക, മുട്ടയൊന്നും ചേർക്കാതെ. പിന്നെ അവിടെ ഉള്ളി, വെളുത്തുള്ളി, സബോള ഇതൊന്നും കഴിക്കില്ല. സാത്വികമായിട്ടുള്ള ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പം മാർച്ച് 8 ശിവരാത്രി 7 ഇത് ഇവളും ശിവരാത്രിയുടെ അന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അന്ന് അവിടുത്തെ സെൻറ്ററിൽ അവളുടെ പിറന്നാൾ നടത്താമെന്ന് സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് അവിടെ അതൊരു ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ നിശ്ചയമായിട്ട് ഞാൻ കാണുകയാണ്. അല്ലെങ്കിൽ ആര്യയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഇത് ഫെബ്രുവരിയിലേക്ക് മാറ്റിയത്. അതൊക്കെയാണ്. സിസ്റ്ററൊക്കെ വരില്ലേ? ഉണ്ടാവില്ല. സിസ്റ്റർ മൗണ്ട് പോലെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. അപ്പോൾ കുറച്ച് ഫാമിലീസ് അവിടേക്ക് പോകുന്നുണ്ട് ബാബ മെയിലിന് വേണ്ടിയിട്ട്. അയ്യോ, ഇതെന്താ ബാബയുടെ ഫോട്ടോ മാറ്റി? അപ്പം അമ്മയ്ക്ക് കൊടുത്തില്ല ഫോട്ടോ. പക്ഷേ പാലിന് വേറെ ഇത് കൊണ്ടിട്ടുണ്ട് സിസ്റ്റർ. ഇതൊക്കെയാണ് പിറന്നാളിനെ കുറിച്ചിട്ട് ഉള്ള വിശേഷങ്ങൾ. പിന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടന്ന സമയത്ത് എൻ്റെ ബ്രദറും മരിച്ച സമയമായിരുന്നു. അപ്പോൾ ആദ്യം പാലുവിൻ്റെ നിശ്ചയിച്ച ചടങ്ങ് ഏപ്രിൽ 2-ാം തീയതി ആയിരുന്നു. അന്നേരമാണ് മാർച്ച് ലാസ്റ്റ് 31 ആവുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെ അല്ല വേണ്ട ഉറക്കം വന്നിട്ട് അപ്പം നടത്തിയ ബ്രദർ മരിക്കണം. അപ്പം അത് നേരത്തെ നടത്താൻ തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് അത് നടത്തുകയും എടുക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ പേരിലൊക്കെ കുറേ വിഷമങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നേരം നമ്മൾ ആ പിറന്നാൾ ആഘോഷിക്കാതിരുന്ന സമയത്ത് നമ്മളെല്ലാം പിറന്നാളിന് 2 ദിവസം മുമ്പാണ് ബ്രദർ പോകുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതലുള്ള ബ്രീഡിങ് ഫുഡുകാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവരെ സ്വഭാവമായിട്ട് നമ്മൾ വിളിക്കണമല്ലോ. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു. അവരെല്ലാം വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പരിപാടി പിന്നെയും കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ പിറന്നാൾ നടത്തിയത്.
അപ്പോൾ ഒരു വ്യക്തി നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളവരെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോൾ നമുക്ക് ആരെന്ത് പറയുമ്പോൾ അത് വലിയ വേദനയായിട്ട് തോന്നില്ല. അത് ഞാൻ ഗോജയുടെ മരിക്കുന്നതിന് മുമ്പ് നിശ്ചയിച്ച കാര്യങ്ങളായിരുന്നു അത്. കുഞ്ഞിന്റെ കാര്യം പിന്നെ നമുക്ക് ഒരുപാട് നമ്മളോട് വിവരമുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു പിറന്നാളൊക്കെയാണ് ആഘോഷിക്കേണ്ട കല്യാണം ആണെങ്കിൽ 1 വർഷമൊക്കെ കഴിഞ്ഞ് വെച്ച് നടത്താൻ തീയതി. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ജനിച്ചതല്ലേ. അപ്പോൾ അവളുടെ ആദ്യത്തെ ചടങ്ങാണ്. അപ്പോൾ അതിങ്ങനെ തള്ളി വെക്കരുത് എന്ന് നമ്മളിപ്പോൾ ഞാൻ പ്രസവിച്ച എൻ്റെ അവിടുത്തെ കുറേ ഹോസ്പിറ്റലുകാരാണേലും പിന്നെ ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊക്കെ പോയ സെൻറ്ററിലെ ആ ഡോക്ടറൊക്കെ ആണെങ്കിലും എന്നോട് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിൻ്റെ ചടങ്ങ് നീട്ടി വെക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതായിട്ട് നടത്തിയത്. പിന്നെ എൻ്റെ ഗോവൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ എനിക്ക് എത്രത്തോളം ആയിരുന്നു എന്ന് എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ അത് വലിയൊരു ആരോപണമായിട്ട് പറയുമ്പോഴും നമ്മളതിനെ നിശബ്ദമായിട്ട് കേൾക്കുന്നതെന്നുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ മേലെ ഉണ്ടെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനോട് എനിക്ക് എന്തായിരുന്നു എന്നുള്ളതും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഞാൻ എന്തായിരുന്നു എന്നുള്ളതും എനിക്ക് 100% ഇതുണ്ട്. പിന്നെ ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദന എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ആര്യ ഇങ്ങനെ നിന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പേരെയും വിളിച്ചിരുന്നു. അപ്പോൾ ആദ്യം വിളിച്ചവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പിന്നെ നമുക്കൊരു ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെയൊക്കെ തന്നെ നമ്മൾ വീണ്ടും വിളിച്ചത്. അപ്പോൾ ഇത്തവണ ഈ പിറന്നാളാണെങ്കിലും കുഞ്ഞിൻ്റെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ 2ാം പിറന്നാളോ ഒന്നുമില്ല, അത് അവരുടെ ജീവിതത്തിൽ ആ കാലഘട്ടം കഴിഞ്ഞാലില്ല. ഇപ്പോൾ ഒരു ആര്യയുടെ കല്യാണമോ അങ്ങനെയൊക്കെ എന്താണ് നമുക്കൊരു വർഷമൊക്കെ കഴിഞ്ഞ് നീട്ടി വയ്ക്കാം. അതാണ് എന്നോട് മറ്റുള്ളവർ പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പിറന്നാൾ നടത്തുമ്പോഴും ഇനിയും ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും എന്നെനിക്ക് മുടി നിൽക്കണം ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിൽ ഒരാൾക്ക് നമ്മൾ എത്രത്തോളം സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് പറയണില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അപ്പോൾ അതൊരു വലിയ വിഷമമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ മാർച്ച് 18 അല്ല ഫെബ്രുവരി 18 പാലുവിൻ്റെ പിറന്നാളാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകളും ഒക്കെ പാലുവിൻ്റെ കൂടെ അതോടൊപ്പം ആര്യയുടെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ ഒരു ക്ലാസിക് ഫോട്ടോ എന്ന് വെച്ചപ്പോൾ ഹോട്ടലിൽ വെച്ച് നമ്മളിപ്പോൾ ഫ്ലാറ്റ് താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെയൊന്നും വെച്ച് നടന്ന ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഇതും ഫ്ലാറ്റാണ്. ഇവിടെ ഞങ്ങൾക്ക് 3 കൂട്ടർക്കും ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണ് വെള്ളം വന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ 3 ഫാമിലിയാണുള്ളത്. 3 ഫാമിലിക്കും കൂടെ ഒറ്റ ടാങ്കിലേക്ക് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പേരൊക്കെ വരുവാണെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുക. അവർക്ക് വെള്ളം കിട്ടാതെ വന്നാൽ അതൊക്കെ നാളെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരടിൽ ക്ലാസിക് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. രാവിലെ 10 മണിക്കാണ്. വൈകുന്നേരം ഫംഗ്ഷൻ വയ്ക്കുക. പാല് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്കും പാലിന് ഉറക്കം വരും. അപ്പോൾ പിന്നെ അവളുടെ ആ ഉറക്കം കറക്റ്റാണ്. ആ ഒരു 7-7:30 ആകുമ്പോൾ അവൾ ഉറങ്ങിയാൽ പിന്നെ അവൾ പിന്നെ പാലും ആ സമയത്തൊക്കെ വലിയ അലമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം അത് രാവിലെ തന്നെ വെച്ചേക്കുന്നത്. ഇപ്പൊ പാലും അലമ്പായി തുടങ്ങി, അവൾക്ക് ഉറക്കം വരുന്നുണ്ട്, ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ ഈ വ്ലോഗ് എന്തായാലും ഞാൻ ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അമ്മേ? എന്നിട്ട് അടുത്ത വ്ലോഗ് മുതൽ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എനിക്കും പാലുവിന് മാത്രമേ ഡ്രസ്സ് ഓക്കെ ആയിട്ടുള്ളൂ. നമുക്ക് ഫാമിലിക്ക് ആർക്കും ഡ്രസ്സ് ഓക്കെ ആയിട്ടില്ല. ഇനി അത് വാങ്ങിക്കാൻ പോകണം. അമ്മ സാരി അല്ലേ? സാരിയാണോ അമ്മ ലെഹങ്കയാണോ? പ്ലെയിൻ സാരി വാങ്ങിക്കണം. പാലുവിന്റെ ഒലീവ് ഗ്രീൻ ആണ് അപ്പൊ തീം. അപ്പോൾ അതാ എന്താ പറയുക, അതിൻ്റെ ഗ്രീൻ കിട്ടുമോ എന്നൊക്കെ നോക്കി സീമാട്ടിയിലല്ലേ അമ്മ പോയി വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഷോപ്പിംഗ് ബ്ലോഗൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അമ്മയുടെ എല്ലാ സാരിയും വിലക്കുറവ്, പക്ഷെ കണ്ടാൽ റിച്ച് ആയിട്ട് തോന്നും. വാങ്ങാറില്ല, എനിക്ക് ഇഷ്ടമില്ല. എന്നോട് എല്ലാവരും ചോദിച്ചു എൻ്റെ ആര് ഈ ലോകത്ത് എത്ര കളറുണ്ട്, എന്നിട്ട് നീ ഒലിവ് ഗ്രീൻ തന്നെ വന്നല്ലേ? മനസ്സിലപ്പോൾ സ്റ്റേജിലൊക്കെ പിന്നെ അവൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ ജനറേഷനിലെ കാര്യങ്ങളൊക്കെ അത് വെറുതെ ആണ്. അപ്പൊ പിന്നെ നമ്മളെ വിളിക്കും, അമ്മ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ. പിന്നെ ഹോട്ടലിൽ ഞാനാ പോയി കണ്ടത്. പിന്നെ ഹോട്ടൽ അമ്മയുടെ സജഷനാണ്. കാരണം അമ്മയുടെ ബ്രഹ്മകുമാരിസിന്റെ ഒരു ചേച്ചിയുടെ അമ്മയുടെ സപ്താഹം, അമ്മയുടെ നവതി അവരാഘോഷിച്ച് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ അത് നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഒത്തിരി വലിയ ഹാർഡവർ ഹോട്ടലൊന്നുമല്ല, ഒരു
നല്ല ഹോട്ടൽ. അത്രേ ഉള്ളൂ. പാലുക്കുട്ടൻ ഓൾമോസ്റ്റ് ഉറക്കത്തിലേക്ക് നിദ്രയിലേക്ക് പൊക്കോണ്ടിരിക്കുക. മുടിയൊക്കെ ഇട്ടേക്കണ കണ്ടില്ലേ? നല്ല തമ്മുടി തന്നെ, തമ്മുടി ഇച്ചിരി തമ്മുടിയേ ഉള്ളൂ. വല്ലാമ ആര്യയുടെ തല ഇങ്ങനെ തന്നെയായിരുന്നു. അത് കാരണം എനിക്ക് വിഷമമില്ല. ആര്യക്കും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ 1 വയസ്സ് പിറന്നാളിൻ്റെ സമയത്തൊക്കെ. ശരിക്കും തോലും ഇല്ലായിരുന്നു ഫോട്ടോയിലൊന്നും. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടും, കാരണം നിങ്ങളുടെ മാഡം ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പാലു യോഗയൊക്കെ ചെയ്യും. പാലുവിന് 4:30 ആകുമ്പം രാവിലെ പാലുവിന് ബ്രഹ്മകുമാരീസിൻ്റെ മെൻ്റലായിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുരളി കേൾക്കും. 4:30 തൊട്ട് 5:30 വരെ പാലു യോഗ ചെയ്യണത് ശ്രദ്ധിച്ച് നിന്ന് യോഗയുടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലു പിടിച്ചെടുക്കും. ഞാൻ അവിടെ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫിൽ യോഗയൊക്കെ ചെയ്യണം കാണിക്കാട്ടെ ഇവര്. അപ്പൊ അത്രേ ഉള്ളൂ. അമ്മ യോഗ ചെയ്യണാണ് എനിക്ക് കാണുന്നത്. അമ്മ പാന്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ടൊക്കെ യോഗ ചെയ്യണം. ഞാൻ അതൊക്കെ ഇടും കേട്ടോ അമ്മ, ഇട്ടൂല പ്ലീസ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അച്ഛൻ യോഗ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇനി കുറേ ദൂരം പോവാനുണ്ടല്ലോ. നല്ല തീരുമാനം. ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാലുവിനെ സംബന്ധിച്ച് പാലുവിനെ നീ എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ വിടണം, വിദ്യാഭ്യാസം ഇതുമെല്ലാം ആരെയും പഠിപ്പിച്ച് പോലൊക്കെ പഠിക്കും ഓടി നടക്കേണ്ട ഒരു, ഇപ്പം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ഇവളുടെ എന്താ പറയുക രാജകീയമായ വരവ്. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടി നമ്മളെ കുറച്ച് റെസ്റ്റ്ലെസ്. എൻ്റെ അച്ഛൻ നമ്മുടെ ശ്യാമേട്ടനില്ലേ, മരിച്ചു എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ അച്ഛൻ്റെ കൂടെ പണി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ശ്യാമേട്ടൻ്റെ ഇന്ന് അവിടെ എന്താ പരിപാടി? 41. ഇന്ന് അവരുടെ 41. അപ്പൊ അതിന് വേണ്ടിയിട്ട് അച്ഛൻ പോയിരിക്കുക. രാവിലെ എന്നെ ഇവിടെ ആക്കി കുളിച്ചു, അപ്പൊ തന്നെ അച്ഛൻ പോയി. എല്ലാവരും കൂടെ പോകാനെന്നാ. അപ്പോൾ പാലുവിന് ഭയങ്കര ക്ഷീണവും ഭയങ്കര കരച്ചിലായിരുന്നേക്ക്. അത് കാരണം ഞങ്ങൾ പോയില്ല. ആര്യായിട്ട് ദേഷ്യം വന്ന് മുടിയൊക്കെ വലിച്ചു തുടങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് വരുന്നത് തന്നെ അങ്ങോട്ട് മൊത്തം നമ്മുടെ നാട്ടിലെ വീഡിയോസ് ആയിരിക്കും. ഒന്നുമില്ല ബാംഗ്ലൂരിലെ വീഡിയോസ് ഒന്നുമില്ല. നമ്മളെല്ലാം നാട്ടിൽ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്, ഉള്ളത് വെച്ച് ഓണം പോലെ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ. ഉമ്മ കൊടുക്ക്. പാലിൻ്റെ ഒരു ചിരിയുണ്ട്. പാല് ഫാൻ ഇടാഞ്ഞിട്ടേ വേർത്ത്. അയ്യോ ബൈ ബൈ.